സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജോബി. ഞാനൊരു റിട്ടയർഡ് ആർമിയാണ്. ആർമി ലൈഫിന് ശേഷം കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്കും ഒക്കെ മാറി. ഒരു നാച്ചുറൽ കർഷകനാണ്. വലിയ രീതിയിൽ മീൻ കൃഷി ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ ഇപ്പം മാറിയ അവസ്ഥയിൽ നമ്മൾ കേരളത്തിൽ അറിയാമല്ലോ, ഒരു കാരണവശാലും നമുക്ക് കർഷകർക്കോ അത് അനുബന്ധ വ്യവസായം ചെയ്യുന്നവർക്കോ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മളിപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിൽ ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടക്കമാണ്, ഏകദേശം ഫസ്റ്റ് ഇയറാണ്. ഗൗരാമിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ജൈൻ ഗൗരാമി നമ്മുടെ ഒരു പാഷനാണ്. ഗൗരാമിയുടെ വലിയ ബ്രൂഡ് സ്റ്റോക്ക് നമുക്കുണ്ട്. ഒരു പക്ഷേ വേണമെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൂഡ് സ്റ്റോക്ക് ഇപ്പോഴും സ്റ്റോക്കുള്ളത് നമുക്കാന്ന് തന്നെ പറയാം. നമ്മൾ കേരളത്തിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ബ്രീഡിങ്. പക്ഷേ നമ്മളിപ്പോൾ സാവന്തവാടിയിൽ, മഹാരാഷ്ട്ര സാവന്തവാടിക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിൽ ജൈൻ ഗൗരാമി ബ്രീഡ് ചെയ്ത് ഇന്ത്യ മുഴുവൻ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഫാമിൻ്റെ പേരെങ്ങനെ? സാവന്തവാടി അഗ്രോ ഫാം. സാവന്തവാടി എന്നാണ് സ്ഥലത്താണ് നമ്മുടെ ഫാം. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പേരിട്ടു. സാധനങ്ങൾ, നാടൻ സാധനങ്ങൾ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാര്യം അതാകുമ്പോൾ വലിയ എക്സ്പെൻസ് ഇല്ലാതെ, വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഇപ്പം സാവന്തവാടിയിലാണ് തന്നെ അവിടുത്തെ പ്രകൃതിയോട് ചേർന്ന് വർഷങ്ങളായിട്ട് കർഷകർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ചെയ്യുന്നു. അത് നമുക്കവിടെ നെല്ലുണ്ട്, കശുമാവുണ്ട്, മാവുണ്ട്, തെങ്ങുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ അതേ കാലാവസ്ഥയാണ്. ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കലണ്ടർ ക്ലൈമറ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അവിടെ എല്ലാ നാടൻ സാധനങ്ങളും, കേരളത്തിലെ അതേ കാലാവസ്ഥയാണ്. കേരളത്തിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും, കിഴങ്ങ് വർഗ്ഗങ്ങളും, ഫലവർഗ്ഗങ്ങളും, എല്ലാ ഭക്ഷ്യ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുക ഒരു മോഡൽ ഫാമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പശുവാണേലും കോഴിയാണേലും ആടാണേലും എല്ലാം നാടൻ സാധനങ്ങൾ. അതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജൈൻ ഗൗരാമിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഓർഗാനിക് രീതിയിൽ വളർത്താൻ പറ്റും. ഓർഗാനിക് രീതിയിൽ ജൈൻ ഗൗരാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ മീനാണ്. നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ തന്നെ കൊടുത്ത് നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ല വളർത്താൻ പറ്റും. എന്തൊക്കെ ഇലകളാണ് കൊടുക്കുന്നത്? ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലകളും കഴിക്കുന്നതാണ്. നമുക്ക് കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. ഏറ്റവും ഇഷ്ടവർക്ക് ചേമ്പലയാണ്. മൾബറിയുണ്ട്, മധുരക്കിഴങ്ങ് കഴിക്കും. പച്ചക്കറികളും പഴങ്ങളും എല്ലാം തന്നെ കഴിക്കും. പിന്നെ ഒരു പ്രോട്ടീൻ ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ കടലപ്പിണ്ണാക്കും തവിടൂടെ മിക്സ് ചെയ്ത് അത് നമ്മൾ കൊടുക്കുന്നു. ഈ കുളവാഴ ഇതിനോ? കുളവാഴ എന്ന് പറഞ്ഞാൽ പോളയാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. ജലത്തിൽ വയ്ക്കുന്ന മിക്കവാറും സസ്യങ്ങളെല്ലാം തന്നെ കഴിക്കുന്നതാണ്. നമ്മുടെ ആഫ്രിക്കൻ പായലും വരെയും കഴിക്കും. ഇത് പോള നല്ല രീതിയിൽ കഴിക്കും. പിന്നെ അസോളയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫുഡ്. അസോളയൊക്കെ നല്ല രീതിയിൽ കഴിക്കും. കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു നല്ല കൃഷിയാണല്ലോ. തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിനാണെങ്കിലും ഒരു 70-80% മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പം മീനുകളിൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻ തന്നെ പറയാം. ക്രോസ് മുള്ളുകളില്ല, നല്ല ഫ്ലഷിയാണ്. ഏത് രീതി വേണം കറി വെക്കാം, അച്ചാറിടാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മറ്റ് ജീവജാലങ്ങളും മറ്റ് കൃഷിയോടൊക്കെ ചേർന്ന് പോകുന്ന രീതിയാണ്. അപ്പോൾ ഭക്ഷ്യ സുരക്ഷയിൽ ഈ ഗൗരാമി കൃഷിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. തീർച്ചയായും. തന്നെയല്ല, യാതൊരു മറ്റ് മായയില്ലാതെ നമുക്ക് ആവശ്യമില്ലാതെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി മോശം വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന കാരണം നമുക്ക് ഇതിനെ വലിയ രീതിയിൽ വലിയ ദൂരം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. മോർട്ടാലിറ്റി കുറവാണ്. ജീവനോടെ ട്രാൻസ്പോർട്ട് നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിൽ നിന്നല്ലേ മീൻ കൊണ്ടുവന്നത്. രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുള്ളൂ. ഇപ്പോൾ ഇരിക്കുന്ന ടാങ്കിലെ മീനുകളൊക്കെ നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത മീനെ നമുക്ക് തീർച്ചയായിട്ടും സേഫ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ഒരേ ഒരു മത്സ്യമാണെന്ന് തന്നെ വേണേൽ പറയാം. ഏറ്റവും സിമ്പിളായിട്ട് കേരളത്തിൽ ഇതിന് സാധ്യത കുറവാണ്. കേരളത്തിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റുകളും മറ്റ് മെഷീനുകളൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതൊരു വലിയ പോരായ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളം വിടുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറയുന്നത്? അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവർക്കൊരു റോളില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കർഷകർക്ക് വലിയ എക്സ്പെൻസ് ഇല്ല, അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പുതിയ പ്രോജക്റ്റുകൾ വരാനില്ല. ഇതിന് മെഡിസിൻ്റെ ആവശ്യമില്ല, ഡോക്ടറുടെ ആവശ്യമില്ല, വിദഗ്ധരുടെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ കേരളത്തിൽ താല്പര്യമില്ല. ആർക്കും തന്നെ താല്പര്യമില്ല. വളർത്തിയാൽ കർഷകന് രക്ഷപ്പെടാൻ പറ്റും. വേറെ ആർക്കും രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല ഇതിനകത്ത്.
ജയൻ ഗൗരാമി ഫാർമേഴ്സിന് ഒരു അസോസിയേഷൻ ട്രസ്റ്റ് അങ്ങനെ നിലവിലൊരു ഉണ്ട്. ഒരു 3G എന്ന് പറഞ്ഞൊരു ഒരു ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാർ ഇന്ന് ഇവിടെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. അതിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം എന്നറിയാമോ? അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇത് കർഷകരിലെത്തിക്കുക, ഇതിന് വലിയ പ്രചാരം കൊടുക്കുക, ഓൾ ഇന്ത്യയിൽ ഇതിന് വലിയ പ്രചാരം കൊടുക്കുക, ഇതിന് നല്ല വശങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് ഇതിന് പോകാൻ പറ്റുള്ളൂ. മറ്റ് സർക്കാരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ടെസ്റ്റുകൾക്ക്, ഇതുപോലുള്ള കർഷക കൂട്ടായ്മകൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട്. വലിയ രീതിയിൽ ഇത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ ഇത് ഒരു മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഒരു പാക്കറ്റ് അവൈലബിൾ അല്ല. ആൾക്കാർ വലിയ പ്രതീക്ഷയോടെ വളർത്തുന്നവരെ ഇതിന് ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിച്ച് മാറണം, ഇതിൻ്റെ ടേസ്റ്റ് ജനങ്ങൾ അറിയണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രചാരം ഇനിയും സംഭവിക്കാൻ പോകുന്നത്. ഇതിനൊരു ആഗോലിയുടെ ടേസ്റ്റാണെന്ന് തോന്നുന്നു അല്ലേ? ആഗോലിയുടെ ടേസ്റ്റ് അല്ല, കടൽമീനായ ഒരു വിളമീനില്ലേ, വിളമീനിനോട് സാമ്യമുള്ള ഒരു രൂപമാണ് ഇതിലുള്ള. അത് എനിക്ക് ഫീൽ ചെയ്ത അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത മീൻ നമുക്ക് തന്നു, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റാകട്ടെ. അത് ഏകദേശം 2.5 വർഷം പ്രായമുള്ള മീനാണ്. ഏകദേശം ഒരു വർഷമൊക്കെ പ്രായമാകുമ്പോഴാണ് ഇതിന് കഴിക്കേണ്ടത്. 6 മാസം തൊട്ട് 1 വർഷം വരെ പ്രായമാകുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇടുന്ന മീനുകൾ, ബ്രീഡിങ്ങിൽ ഇച്ചിരി അത്ര വലിപ്പം വെക്കാത്ത മീനുകളല്ല ഇന്ന് നമുക്ക് ഇവിടെ കറിയായിട്ട് എടുത്തിരിക്കുന്നത്. ഈ കരിമീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇത് തീർച്ചയായിട്ടും അതിലും ടേസ്റ്റാണ്. ആ പ്രായത്തിൽ, ആ വലിപ്പത്തിൽ നമ്മളിത് കറി വെക്കുകയാണെങ്കിൽ, ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കരിമീനോട് ഇത് മത്സരം ചെയ്യിക്കും. കരിമീനെ കഴിഞ്ഞ് ടേസ്റ്റാണ്. അതെ അതെ അതെ. വളർത്ത് കരിമീനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും കരിമീന് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ അതിലും കൂടുതൽ സേഫായിട്ട് ഉപയോഗിക്കാനും. കരിമീനൊക്കെ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേനും അത് പല പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർന്നാണ് വരുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് അതുപോലെ ഫ്രഷായിട്ട് 100% നാച്ചുറലായിട്ട്, ഓർഗാനിക്കായിട്ട്, സേഫ്റ്റിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. കുഞ്ഞുങ്ങളുടെ വില നിലവിൽ ഇപ്പം 1.5 ഇഞ്ച് 2 ഇഞ്ചിനൊക്കെ 25 രൂപ 30 രൂപയാണ് വില. നമ്മൾ സാധാരണ മീനുകളെ കൊടുക്കുന്ന, ഞാൻ വളരെ ദൂരത്തൊക്കെ മീനുകളെ കൊടുക്കാറുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാറുണ്ട്. നമ്മൾ 50 രൂപ 60 രൂപയ്ക്ക് 3 ഇഞ്ച് പ്ലസ് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കുളത്തിലിറക്കി കൊടുക്കുക ചെയ്യുന്നത്. വീടുകളിൽ എത്തിച്ചു കൊടുക്കും. മറ്റ് എക്സ്പെൻസുകളൊന്നും നമ്മൾ വാങ്ങില്ല. കേരളത്തിലെവിടെയല്ല, ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കും, ന്യായമായ ഓർഡർ ഉണ്ടെങ്കിൽ. ഇപ്പം കേരളത്തിൽ നമ്മളിപ്പം നാളെ കർണാടകയ്ക്ക് റൂട്ട് പോകുന്നുണ്ട്. കർണാടക വരെ നമുക്ക് ഈ റേറ്റിൽ മീനുകളെ സേഫായിട്ട് അവരുടെ കുളത്തിലിറക്കി കൊടുക്കും. നമുക്ക് വയബിളാവുന്നൊരു ഓർഡർ വേണം. എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ ശരിക്കും ഒരു 12 വർഷമായിട്ട് ഞാൻ ഗൗരാമിയുണ്ട്. സർക്കാർ പറഞ്ഞായിട്ട് പല മീൻ കൃഷിയും ചെയ്ത് അട്ടർ ഫെയിലിയർ ആയതിനു ശേഷമാണ് എങ്ങനെ ഇതിനെ ഏത് മീനാണ് ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നതെന്നുള്ളൊരു ഒരു അന്വേഷണത്തിലാണ് എനിക്ക് ഗൗരാമി കിട്ടിയത്. പക്ഷേ ഗൗരാമി വളർത്തിയതിന് ശേഷം എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. മോർട്ടാലിറ്റി ഒക്കെ വളരെ കുറവാണ്. ടെൻഷൻ ഫ്രീ ആണ്. നമ്മൾ വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് നമ്മൾ ഈ കൃഷി ഇപ്പോൾ ചെയ്യുന്നു. സ്വന്തം വീട് എവിടെയാണ്? നമ്മൾ മുണ്ടക്കയംകാരനാണ്. മുണ്ടക്കയത്ത് പുറത്താണ് തന്നെ എൻ്റെ ഫാമുള്ളത്. ഇവിടെയും ഫാമുണ്ട്, പക്ഷേ അത് സ്റ്റോപ്പുമായി കിടക്കുകയാണ് നിലവിൽ. പക്ഷേ മീനുകൾ മാത്രമേ ഉള്ളൂ. 33 കുളമുണ്ട്, അതിൽ മീനുകളുണ്ട്. സർക്കാർ അത് വലിയ പാറവടയാണെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റോപ്പും വന്നു. ഹൈക്കോടതിയും കളക്ടർ വരെ ഇടപെട്ടിട്ട് പോലും നമുക്കത് കുരുക്കഴിക്കാൻ പറ്റുന്നില്ല. ഇത് കുരുങ്ങി കിടക്കുകയാണല്ലോ കേരളം മൊത്തം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മഹാരാഷ്ട്രയ്ക്ക് രക്ഷപ്പെട്ടത്. സാവന്തവാടിയിൽ എവിടെയാണ്? സാവന്തവാടി റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ്. സാവന്തവാടി സിന്ധുദുർഗ് ജില്ലയാണ്. സാവന്തവാടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ബോംബെ ഹൈവേക്ക് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക്. അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണല്ലോ. ഓൾ ഇന്ത്യ അതാണ് നമ്മൾ സാവന്തവാടി തിരഞ്ഞെടുക്കാൻ കാരണം. ഗോവ വളരെ അടുത്താണ്, മഹാരാഷ്ട്ര വളരെ അടുത്താണ്, എയർപോർട്ടിനോട് വളരെ ചേർന്നാണ്. അങ്ങനെ വലിയൊരു മാർക്കറ്റ്, വലിയൊരു സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ലിയാണ്. ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്, നാട്ടുകാർ വളരെ ഫ്രണ്ട്ലിയാണ്, കാലാവസ്ഥ ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് മഹാരാഷ്ട്രയിൽ. മലയാളികളുടെ ഒരുപാടുള്ള തീർച്ചയായിട്ടും അവിടുത്തെ ഏറ്റവും മെയിൻ കർഷകർ മുഴുവൻ മലയാളികളാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത മലയാളികളെ പറ്റി വാചാലരാകാൻ മാത്രമേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റുള്ളൂ. കാര്യം വളരെ കഷ്ടപ്പെട്ട് വളരെ നല്ല രീതിയിൽ കൈത കൃഷിയുണ്ട്, കമുക് കൃഷിയുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്. അവിടെയൊക്കെ ടോപ്പ് കർഷകർ മലയാളികൾ തന്നെയാണ്. നമ്മൾ ഗൗരാമിയിലൊരു ടോപ്പ് ആവണം അവിടെ അവിടുത്തെ എന്നൊരു ആഗ്രഹമാണ് നമുക്ക്. വേറെ അവിടെ ആരെങ്കിലും ഇല്ല. ഗൗരാമി ശരിക്കും കേരളത്തിൽ ഇരിങ്ങിയ മൂലയ്ക്ക് മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഗൗരാമി പറ്റി ആർക്കും അറിയത്തില്ല. നമ്മളാണ് ആദ്യം ഗൗരവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കർണാടക സ്റ്റേറ്റിൽ കർണാടകയല്ല, മഹാരാഷ്ട്ര. കർണാടകയിലും ആരുമില്ല. കർണാടകയിലൊക്കെ നമ്മളൊക്കെയാണ് കൊടുത്ത മീനുകൾ. ബാംഗ്ലൂർക്ക് നമ്മൾ കൊടുത്ത മീനുകളൊക്കെയാണ് ഉള്ളത്. ഇവിടുന്ന് പോയ മീനുകളേ ഉള്ളൂ. നമ്മൾ കൊടുത്തതല്ല, ഇവിടുന്ന് പലരും കൊണ്ടുപോയി മലയാളികളൊക്കെ കൊണ്ടുപോയി വളർത്തുന്ന മീനുകളാണ് ഉള്ളത്. നമ്മൾ ഇപ്പം റെട്ടയിൽ നമ്മൾ ചെയ്യുന്നില്ല, ബാക്കി 3 നമ്മൾ ചെയ്യുന്നുണ്ട്. റെട്ടയിൽ ശരിക്കും വളരെ റെയർ മീനാണ്. അത് അഫോർഡബിൾ അല്ല, കർഷകർക്ക് അഫോർഡബിൾ അല്ല. അത് ഓർണമെന്റൽ ഇതിലാണ് വരുന്നത് നമുക്ക്. പക്ഷേ അതേസമയം ഓർണമെന്റിൽ റെഡ് ഐക്ക് വലിയ സ്റ്റോക്ക് നമുക്കുണ്ട്. ബ്ലാക്ക് ഭക്ഷ്യയോഗ്യം.
മറ്റു രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഇതിൻ്റെ കൃഷിയുള്ളത്? ഇന്തോനേഷ്യയാണ് ഇതിൻ്റെ ശരിക്കും ഒറിജിൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ളത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ടൺ മീനെ എടുക്കാനുള്ളൂ. അത്ര ശുഷ്കമാണ്. ഇത്രയും നല്ല ആപ്റ്റായിട്ടുള്ള കാലാവസ്ഥ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഇത് എന്തുകൊണ്ടോ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടെന്നല്ല, എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. മായമില്ലാത്ത മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളീയർ നോക്കാത്ത ഭയങ്കര കേരളം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ മാർക്കറ്റാണ്. എന്നാലും മായമില്ലാത്ത മീൻ കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അതിന് മലയാളികൾ എല്ലാ കാര്യത്തിലും ഒരു പടി പിന്നിലാണല്ലോ ഈ ഇതുപോലുള്ള കൃഷി ചെയ്യാത്തത് അല്ലേ? കാരണം ഈ വിഷയിട്ട മീനെല്ലാം വന്ന് എന്ത് പ്രോബ്ലമാണ് ഫോർമാലിനും. തീർച്ചയായിട്ടും അതെ. നമുക്ക് ഇപ്പം കടലിനോട് ഇത്ര ചേർന്ന് കിടക്കുമെന്ന് പറഞ്ഞാലും നമുക്ക് ഇച്ചിരി മാറി ഉള്ളിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ നമുക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. കടത്തിലത്തൊക്കെ താമസിക്കുന്നവർ കിട്ടുമായിരിക്കാം. പക്ഷേ നമ്മൾ വളരെ മോശമായ രീതിയിലുള്ള മത്സ്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇതൊരു ജൈവ മീനാണ്. തീർച്ചയായിട്ടും. വീപ്പയ്ക്കകത്ത് കിടക്കാൻ തന്നെ പാടാണ്. ബ്ലാക്ക് ആണ്. 6 കിലോ ഉണ്ടോ? 6 കിലോയ്ക്ക് മുകളിലുണ്ട്. എത്ര വർഷം പഴക്കമുള്ള? ഇതൊരു 7 വർഷമൊക്കെ പഴക്കമുണ്ട്. അത് റെഡാണോ? അത് പിങ്കും ഉണ്ട്, ബ്ലാക്ക്. ഇത് റെഡ് കളറാണ്. പിങ്കും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഇത് 3 ഇഞ്ച് മുകളിൽ വലിപ്പമുള്ള 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. 5-6 കിലോയൊക്കെ ഉള്ളതാണ്. ഇന്നത്തെ സെമിനാറിൽ ആരൊക്കെ ക്ലാസ് എടുക്കുന്നത്? സെമിനാറിൽ പ്രൊഫസറുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള. പിന്നെ ഇതിനകത്ത് പ്രമുഖരായ കർഷകരുണ്ട്. ഒരു അഡ്വക്കേറ്റ് ഡൊമിനിക്, പിന്നെ അരുൺ KS എന്ന് പറഞ്ഞ ഒരു ആദ്യത്തെ കുന്നോന്നിലുള്ള ആദ്യത്തെ ബ്രീഡറാണ്. പിന്നെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ പരിചയസമ്പത്തുള്ള പല കർഷകരും നമുക്ക് ഇതിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞ മാഡം കേരള യൂണിവേഴ്സിറ്റി റിട്ടയർ പ്രൊഫസർ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പലരും. ഇത് മറ്റ് സംഘടനകളുമായിട്ട് സഹകരിച്ച് കേരളം മുഴുവൻ ഇതുപോലെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കരുത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ജില്ലയിലും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ഈ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ വളരെ സത്യസന്ധമായ രീതിയിൽ ചെയ്ത് നമ്മൾ കർഷകരിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. നമ്മുടെ ഫാം ഞങ്ങൾ 3 പേര് കൂടിയാണ് ഫാം ചെയ്യുന്നത്. ഒരാൾ രാജൻ എന്ന് പറഞ്ഞ US-ലുള്ള ഒരാൾ, പിന്നെ ജോഡി, പിന്നെ ഞാനിവിടെ കൂടിയാണ് ഈ മഹാരാഷ്ട്രയിലെ ഫാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് മണി ഓറിയൻറ്റഡ് അല്ല. നമ്മൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ കൃഷി ജനങ്ങളിൽ എത്തിക്കുക. അത് വളരെ സുതാര്യമായിരിക്കും. മറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആർക്കും എവിടെയും കാണാം. വലിയ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ബ്രീഡിംഗ് പെയറിന് എന്നാ വിലയാവും? ബ്രീഡിംഗ് പെയർ നമ്മൾ കുളത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ 6000 രൂപയ്ക്കാണ് ബ്ലാക്ക് എത്തിക്കുന്നത്. 5 വർഷം പ്രായമുള്ളത്. പിങ്ക് വരുമ്പം 10000 രൂപയാവും. റെഡ് 15000 രൂപയ്ക്ക് നമ്മൾ കസ്റ്റമറുടെ കുളത്തിൽ എത്തിച്ചു കൊടുക്കും സേഫായിട്ട്. പിന്നെ അതിനെ ഒരു ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്ത് അവരെ അതിൻ്റെ ബ്രീഡിങ്ങിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അത് അങ്ങനെ ഒരു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ കുഞ്ഞുങ്ങളെ ബൈബാക്ക് ചെയ്യാനും നമുക്ക് പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം. ഇതൊരു നല്ല സ്കീമാണ്. വിൽക്കാൻ പറ്റാൻ സാധ്യതയില്ലാത്ത ആളുടെ നമ്മൾ വാങ്ങിച്ച് തിരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നല്ല മാർക്കറ്റ് ഉണ്ടല്ലേ? നല്ല ഇങ്ങനെ ഇത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമുക്ക് കുഴപ്പമില്ലാത്ത മാർക്കറ്റുണ്ട്. ഇവിടെ ഇന്ന് മീൻ സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇവിടെ മീൻ കുറച്ച് ഓർഡർ ഉണ്ട്, നമ്മൾ കൊടുക്കും. ബ്രീഡിംഗ് പെയറുകളും മീൻ കുഞ്ഞുങ്ങളും ഉണ്ട്, നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നമുക്ക് മനസ്സിലായ വിക്ടോറിയൽ ഫിൻസിന്റെ പുറകിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പാച്ചസ്, അത് ഓരോ അടി വെച്ച് മുറിച്ച് അത് നൂല് അഴിച്ചിട്ടാണ് നമ്മൾ ആദ്യം കേജ് സെറ്റ് ചെയ്തത്. കേജ് സെറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ മീൻ തന്നെ കൂടുണ്ടാക്കുകയും അത് മുട്ടയിടുകയും മുട്ട വിരിയുകയും എല്ലാം ചെയ്തു. അപ്പോൾ പല പ്രാവശ്യം മുട്ട വിരിഞ്ഞു, കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് കിട്ടി. പിന്നീട് ഞാൻ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ച് എന്നാന്ന് ചോദിച്ചാൽ ഈ മുട്ടകൾ പുറത്തൂടെ ഫ്ലോട്ട് ചെയ്ത് നടന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആണ് വന്നിട്ട് എടുത്ത് വെച്ച് ഇങ്ങനത്തെ കേജസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കേജും അതിൻ്റെ നൂലുമാണ് കാണിക്കുന്നത്. ഇതാ മുട്ട എടുത്തിരിക്കുന്നത് നമ്മൾ. മുട്ടയാണ് കാണിക്കുന്നത്.
അല്ല, നമ്മൾ കേജിന്ന് മുട്ട എടുത്തു. നമ്മൾ ഈ കുളത്തിൽ നിന്ന് കേജിനകത്ത് മുട്ട എടുത്ത് നമ്മൾ ടാങ്കിലേക്ക് മാറ്റി. ഇതോ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ ചിലതിനൊക്കെ വാല് വന്നിട്ടുണ്ട് കണ്ടോ, മൂവ് ചെയ്യാൻ തുടങ്ങി. വിരിഞ്ഞു തുടങ്ങി. ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഇത് സാധാരണ 26 തൊട്ട് 28 വരെ ഉള്ള ചൂട്. നമുക്ക് തണുപ്പില്ല. നമ്മൾ റൂമിനകത്ത് വെച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ മുറിക്കകത്ത് അങ്ങനെ ഡേറ്റ് ഒന്നുമില്ല. അത് പുതിയ വെള്ളം വരുമ്പോൾ എല്ലാം ബ്രീഡാകാറുണ്ട്. ഇതാ കുഞ്ഞുങ്ങളെ മൊയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, കുഞ്ഞുങ്ങൾ തീറ്റ തിന്നാൻ തുടങ്ങി. ഇത് മൊയിനയാണ് കാണുന്നത്. ഈ എയറേറ്ററാണ് ഇത്. പക്ഷേ അത് നമ്മൾ വർക്ക് ചെയ്യുന്നതല്ല കേട്ടോ. അത് വർക്ക് ചെയ്യുക അത്രയും ഫോഴ്സിൽ നമുക്ക് എയർ അടിക്കാൻ പറ്റിയല്ല കേട്ടോ. ഇത് ആർട്ടിമിയ ഉണ്ടാക്കുവാണ്. നമ്മളൊരു 22 ബോട്ടിൽസിനകത്താണ് വലിയ എയറേറ്റർ വെച്ചാണ്. ഏലിയാണ് 1.6 ആളൊക്കെ പറഞ്ഞ നമുക്ക് ആദ്യമായിട്ടായിരിക്കും ജയൻ ശിവരാമിയുടെ പേരിൽ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കേരളത്തിൽ തന്നെ ആദ്യം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. അതിന് ഞാൻ ജോബിയോട് നന്ദി പറയുന്നത് ശിവരാമി ഫ്രീഡം എന്ന നിലയിൽ. ഇതൊരു ഔദ്യോഗിക സെമിനാറായിട്ട് നമ്മൾ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കുന്നത്. ജോബിയാണ് അതിന് മുൻകൈ എടുത്തത്. ജോബി എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ടോക്ക് നടത്താം, ഓക്കെ ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് മുഴുവൻ കാര്യങ്ങളും നടത്തിയത് ജോബിയാണ്. അപ്പോൾ പല പോരായ്മകളും വന്നിട്ടുണ്ട്. ഈ കൊറോണ വരാൻ ബുദ്ധിമുട്ടി, ബോർഡ് വെക്കാൻ. ഇതൊരു ഔദ്യോഗികമായിട്ട് പ്രൊഫഷണൽ രീതിയിൽ നടത്തുന്ന ഒരു സെമിനാറായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വേദിയായിട്ട് മാത്രം കൂട്ടി ബാക്കി എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രസംഗികൻ എന്നുള്ള രീതിയിലല്ല. നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പരസ്പരം പറയുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ PDD ആയിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ജയൻ ശിവരാമിയെ വളർത്താൻ തുടങ്ങുന്നത്. അത് ജയൻ ശിവരാമിയോടുള്ള ഒരു താല്പര്യം, ഒരു പാഷൻ മൂലം എൻ്റെ അടുത്ത് തന്നെയുള്ള മനു കരിയാപുരയുടെ എന്നുള്ള ആളുടെ അന്ന് തന്നെ അതിനേക്കാളും ജൂനിയറാണ് പുള്ളി. അത് ഒരു തീരെ കൊച്ചാണ്. അദ്ദേഹം അവിടെ വീട്ടിൽ എവിടുന്നോ വെച്ച് വൈദ്യ സൈഡിൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരു പാവങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടെ നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ വീട് പൂഞ്ഞാത്തെ കേരളത്തിലേക്ക് കുന്നോന്നി എന്നുള്ള സ്ഥലമാണ്. നിങ്ങൾ പലരും വന്നിട്ട് കാണും. അവിടെ ഈ നാച്ചുറലായിട്ടുള്ള കുളങ്ങളൊക്കെ തീരെ കുറവാണ്. പക്ഷെ ഈ പഴുത കുളമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അന്ന് ഇപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. സാധാ പ്ലാസ്റ്റിക് ഉള്ളൂ. അപ്പം ഞാൻ സാധാ പ്ലാസ്റ്റിക് ഷീറ്റ് മേടിച്ചിട്ട് ടൈലറെ കൊണ്ട് അടുപ്പിച്ച് അതിനെ വാട്ടർ പ്രൂഫായിട്ട് നമ്മുടെ റബ്ബറിൻ്റെ കോട്ടുമൊക്കെ തേച്ച് ഒരു ചെറിയൊരു കുഴിയിൽ ഈ ഗരുഡാക്കുഞ്ഞുങ്ങളെ വളർത്തി. അപ്പം 2-3 വർഷം വളർത്തി അവരെ ഈ അന്ന് ഗരുഡാക്കുഞ്ഞുങ്ങൾക്ക് 5 രൂപയാണ്. ഒരു 2 ഇഞ്ച് സൈസുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്ക് 5 രൂപ അന്നത്തെ 96 കാലഘട്ടത്തിൽ വിലയുണ്ട്. 3.5 വർഷമൊക്കെയാണ് ഇത് മത്സരമാകാൻ വേണ്ടിയത്. അന്നേരം ഇതിനെ മാറ്റി കഴിഞ്ഞാൽ കൂടെ ഉണ്ടാക്കി മുട്ടയിടുന്നതിനൊക്കെ എനിക്ക് ഇത് ശരിക്കും ഞാനൊന്നും കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ഇതിൻ്റെ പലരും പറഞ്ഞാൽ ഏറ്റവും 3000-5000 ആ ഒരു രീതിയിലാണ് ഇത് മുട്ട വരുന്നത്. ആ മുട്ട എനിക്ക് 12 മണിക്കൂർ സമയം കൊണ്ട് മുട്ട കിട്ടും. 12-24 മണിക്കൂർ സമയം കൊണ്ട് മുട്ട വീഞ്ഞ് അതിനകത്തുനിന്ന് പുറത്ത് വരാൻ ഈ കൂടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ഇത് അതിൻ്റെ യോക്ക് 10-15 ദിവസത്തേക്ക് ആ യോക്ക് മതി, തീറ്റയൊന്നും വേണ്ടില്ല. ഇതിൻ്റെ പുറത്ത് വരാൻ ചില സമയത്ത് 2 ആഴ്ച വരെ സമയം എടുക്കുന്നുണ്ട്. അത് അതിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇതൊക്കെ അനുസരിച്ചാണ്. വെള്ളത്തിൽ ആ ഒരു 25-30 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പുറത്തോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ. അല്ലെങ്കിൽ ഒത്തിരി എണ്ണം ഈ ടെമ്പറേച്ചർ തണുപ്പിൽ ഭയങ്കര ഘടകമാണ്. അത് വേനൽക്കാണ് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇതിനങ്ങനെ ഒരു ശരിക്കും നാച്ചുറൽ സീസൺ, അതായത് പുതുമഴ പെയ്യുമ്പോൾ മെയ് മാസത്തിൽ പിന്നെ ഒക്ടോബറിൽ ആ മഴ പെയ്യുന്ന ആ ഒരു 2 സീസണാണ് സാധാരണ നാച്ചുറലായിട്ട് നമുക്ക് സീസൺ കിട്ടുന്നത്. പക്ഷേ ഈ ഗൗരാമിക്ക് അങ്ങനെയൊരു ഇതില്ല. നമുക്ക് കൃത്യമായിട്ട് വേണേൽ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു
ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്ന ഒരു കുളത്തിൽ അത് മുട്ടയിടാനുള്ള സാഹചര്യമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു മീനെ പേരിനെ എടുത്തിട്ട് ഏത് സമയത്ത് കൊണ്ടുപോയി പുതിയൊരു കുളം സെറ്റ് ചെയ്തിട്ട് ചില പുതുവെള്ളം, അതായത് ഇതിന്റെ പുതുവെള്ളം ചെല്ലുന്നതാണ് ആദ്യം. ബാക്കി സാഹചര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ പുതുവെള്ളം കൂടെ ചെല്ലുകയും ഇതിന്റെ ഹോർമോൺ ചേഞ്ച് വരും, അന്നേരം മുട്ടയിടുന്നതാണ്. ഞാൻ വേനൽക്കാണ് നേരത്തെയൊക്കെ നിൽക്കാനുണ്ടായിരുന്നപ്പം ഈ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കപ്പെടുന്നത്. വേനൽക്ക് ടെമ്പറേച്ചർ ഒരു 25 മുകളിലായിരിക്കും. ഈ ടെമ്പറേച്ചർ കൂടി വേറൊരു കാരണം ഈ ആളുടെ, അതായത് പച്ച ആളുടെ ഈ യോക്ക് കഴിഞ്ഞിട്ട് 12 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഒരു സെന്റിമീറ്റർ വരെ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്റർ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയം വരെയുള്ള തീറ്റ എന്ന് പറയുന്നത് കുളത്തിലെ സ്വാഭാവിക തീറ്റയാണ്. ആ ഒരു തീറ്റ ഈ വേനൽക്ക് നല്ലപോലെ. സ്വാമി വിജയകുമാർ നാരായണൻ വളരെ സംക്ഷിപ്തമായി PKL എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹത്തിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി അക്വാപോണിക്സ് മേഖലയിലാണ്. പലരും സന്തോഷത്തോടെ ഫാദർ ഓഫ് ഇന്ത്യൻ അക്വാപോണിക്സ് വിളിക്കാറുണ്ട്. 12 വർഷത്തെ കഥകളിൽ 15 മിനിറ്റ് പറയാം. അപ്പം അതിൽ ഗൗരവത്തിന്റെ കാര്യം വളരെ പ്രസക്തിയുള്ളതാണ്. അപ്പൊ എവിടെ തുടങ്ങുന്നത്? നന്ദിയോടെ, അതാണ് എന്റെ സ്ഥലം. 2012, 13, 14 കാലഘട്ടങ്ങളിൽ ഇന്റർനെറ്റിൽ നിന്ന് പഠിച്ച വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറെ ക്ലാസ്സുകൾ എടുത്തു, ഫിഷറീസ് വന്നു, അത് കോപ്പി ചെയ്തു. പക്ഷെ അതിനുശേഷം വന്ന മാറ്റങ്ങളൊന്നും പാവങ്ങൾക്ക് അറിയാതെയില്ല. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് കേരളത്തിന്റെ സിറ്റുവേഷൻ അക്വാപോണിക്സിൽ ഉള്ള പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒന്നും പറയാൻ കഴിയില്ല. അക്വാപോണിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സംയോജിത അക്വാപോണിക്സ് വ്യവസ്ഥകളാണ്. ശരിക്കും 3 കൃഷിശാസ്ത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് 11,000 വർഷം പഴക്കമുള്ള പ്രകൃതി കൃഷി, നാച്ചുറൽ ഫാമിങ്ങും 5,000 വർഷം പഴക്കമുള്ള അക്വാകൾച്ചർ കൃഷി രീതിയും 100 വർഷം പഴക്കമുള്ള ഹൈഡ്രോപോണിക്സ്. ഈ 3 ശാസ്ത്ര സത്യങ്ങളെ ഇന്റഗ്രേഷൻ പ്രോപ്പറായി ചെയ്യുമ്പോഴാണ് സംയോജിത അക്വാപോണിക്സ് വ്യവസ്ഥ ഉണ്ടാകുന്നത്. ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റം എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഇതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് മീനിന് മാത്രമല്ല, മീനിന്റെ വേസ്റ്റിൽ നിന്ന് വളമായി ബാക്ടീരിയയുടെ സഹായത്തോടെ നമുക്ക് കിട്ടുന്നത് പച്ചക്കറികളും പഴങ്ങളുമാണ്. നാച്ചുറൽ ഫാമിങ്ങിലൂടെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉത്പാദിപ്പിക്കാം. അത് ഇലക്കറികൾ മാത്രമല്ല, അക്വാപോണിക്സ് എല്ലാതരം പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഈവൻ ട്യൂബേഴ്സ് ഉത്പാദിപ്പിക്കാൻ കഴിയും. എല്ലാതരം പഴവർഗ്ഗങ്ങളും നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. മീനിന്റെ വേസ്റ്റ് ആണ് ഇവിടുത്തെ വിജയം. വേസ്റ്റ് ഈസ് വെൽത്ത് ഹിയർ. എന്താണ് ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റം? വളരെ കുറഞ്ഞ സാമഗ്രികളുണ്ട്, വെരി ഫ്യൂ റിസോഴ്സസ്, കൂടുതൽ ഭക്ഷ്യോൽപാദനം. ഇതാണ് IAS ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റത്തിന്റെ പർപ്പസ്. ഈ അക്വാപോണിക്സ് സിസ്റ്റം കൊണ്ട് ഗൗരവി എത്തിയാൻ കഴിയും. ഗൗരവിക്ക് മത്സരത്തിലുള്ള അല്ലെങ്കിൽ ഇൻ കോമ്പറ്റീഷൻ, ദ ഫിഷസ് ഇൻ കോമ്പറ്റീഷൻ വിത്ത് ഗൗരവി ആദ്യം നൈതികേറ്റിയ ഗിഫ്റ്റ് പ്രൊമോട്ട് ചെയ്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ നല്ല വിത്ത് ഇനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് ഗിഫ്റ്റ് തിരക്കിലെത്തിയാണ് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തത് അനബാസ് കോബൂച്ചിയസ്, ടെസ്റ്റ് അല്ല, അനബാസ് കോബൂച്ചിയസ് വളരെ വലിയ വിഷയമാണ് അനബാസ് കോബൂച്ചിയസ്. പക്ഷെ പ്രശ്നം നല്ല വിത്ത് ഇനങ്ങൾ കിട്ടാനില്ല. ബംഗ്ലാദേശിൽ നടക്കണം, കൽക്കട്ട വഴി സ്മഗിൾ ചെയ്തിട്ട് വിത്ത് ഇപ്പൊ കിട്ടുന്ന വിത്തുകളെല്ലാം വൈറസ്, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പാരസിറ്റിക് ഇൻഫെക്ഷൻ വരുന്നത്. ഒരു വലിപ്പം ഒരു 50 ഗ്രാം ആവുമ്പോഴേക്കും മത്സ്യം മുഴുവൻ മൊത്തം ചത്തുള്ളൂ അനബാസിന്റെ. അപ്പൊ അനബാസ് ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ 8 മുതൽ 10 കിലോ പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കിലോ മീൻ കിട്ടി, 10 കിലോ പച്ചക്കറി കിട്ടി. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ. ഇതാണ് ഇതിന്റെ എക്കണോമിക്സ്. ഏത് മീനാണെങ്കിലും അതില് നമ്മൾ ഗൗരവം ഉൾപ്പെടുത്തി അതിനെ കൊല്ലുന്നില്ല. കീപ് ഇറ്റ് ആസ് എൻ ഓർണമെന്റൽ ഫിഷ് ആൻഡ് കീപ് ഇറ്റ് ദേർ. ബ്രീഡിംഗ് നടന്നുകൊണ്ടിരിക്കും. അക്വാപോണിക്സിൽ നമുക്ക് മറ്റുള്ള പച്ചക്കറികൾക്ക് പഴങ്ങൾക്ക് ഉത്പാദിപ്പിക്കുന്നത്. ഇത് സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷ്യോത്പാദനം ചെയ്യുന്നവർക്കാണ് അത്. 2 ബാക്ക്യാർഡ് അക്വാപോണിക്സ്. ബാക്ക്യാർഡ് അക്വാപോണിക്സ് പറയുമ്പോൾ 2 മുതൽ 10 കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 കിലോ മീനും 10 കിലോ പച്ചക്കറിയും ഒരാഴ്ച കിട്ടിയാൽ ഒരു കുടുംബത്തിന് മതി. 2 കിലോ മീനും
10 കിലോ പച്ചക്കറി. ഒരു കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ 10 കുടുംബങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. 10 കുടുംബങ്ങൾക്ക് എല്ലാ ആഴ്ചയും 2 കിലോ മീൻ കൊടുക്കുക, 10 കിലോ പച്ചക്കറി കൊടുക്കുക. അതൊരു തുടക്കമാവും. ബാക്ക്യാർഡ് അക്വാപോണിക്സ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ഏക്കറേജ് ഫാമിംഗ്. ഏരിയ വലിയ കൂടുതലുള്ളവർക്ക് ഏക്കറേജ് ഫാമിംഗിൽ 1 ഏക്കറിൽ നിന്ന് 200 മുതൽ 250 കുടുംബങ്ങളെ ഫീഡ് ചെയ്യാൻ പറ്റും. 2 കിലോ മീനും 10 കിലോ പച്ചക്കറി. അപ്പൊ 1 ഏക്കർ സ്വന്തമായിട്ടുള്ളവർക്ക് നമുക്ക് സുഖസിദ്ധമായിട്ട് 200 കുടുംബങ്ങളെ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയും. മീന് കൊടുക്കുക, ഏത് മീനാണെങ്കിലും എസ്പെഷ്യലി ടാങ്കിലാണെങ്കിൽ അതിനെ നമുക്ക് സ്ലൈസ് ചെയ്ത് അവർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള 200-250 കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളെല്ലാം വന്നതിനകത്ത് അത് നമുക്കൊരു പ്ലാൻ ചെയ്ത് അതാണ് ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ CSA മോഡൽ. അതിൽ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 30 കുടുംബങ്ങൾക്ക് ആവശ്യമായ മീനും പച്ചക്കറികളും ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. CSA കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ. ഇന്ത്യയിൽ 1-2 കർഷകർ നോർത്ത് ഇന്ത്യയിൽ ചെയ്ത് ഈ പറഞ്ഞ മാർക്കറ്റ് ലോബി ഉണ്ടല്ലോ, പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. CSAയിൽ ഫിക്സ്ഡ് പ്രൈസാണ്. അതായത് പച്ചക്കറികൾക്ക് നിരന്തരമായിട്ട് ഒരു വർഷം മുഴുവൻ 50 രൂപയാണ് 1 കിലോന് വില. അതുപോലെ തന്നെ മീനിനും വില വ്യത്യാസം വരുന്നില്ല, 150 രൂപയാണ് മീനിന് വില. അപ്പോൾ ആ CSA സിസ്റ്റം ആണ് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നന്ദിയോടെ എന്ന സ്ഥലത്താണ്. അല്ല, CSA അമേരിക്കയിൽ പ്രചലിതമായിട്ടുള്ള സിസ്റ്റമാണ്. CSA അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമം ചെയ്യാണ്. അതെ അതെ അതെ. നന്ദിയോടാണ് സ്ഥലം. നന്ദിയോടെ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ്. മീനാക്ഷിപുരം പോകുന്ന വഴി പാലക്കാട് നിന്ന് 25 കിലോമീറ്റർ ഉണ്ട് നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ പേര് ഫാമിൻ്റെ പേര് NARDC എന്നാണ് അറിയപ്പെടുന്നത്. NARDC, നന്ദിയോട് അക്വാപോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, നന്ദിയോട്. ഫോൺ നമ്പർ 8129219282. ഈസ്റ്റ് ലാൻഡ് ജയന്റ് ഗൗരാമി ഫാം എന്നാണ്. ഈസ്റ്റ് ലാൻഡ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ കുന്നോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുന്നോന്നി അമ്പലം റോഡ്, അതായത് കുന്നോന്നി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. ആദ്യം കുന്നോന്നി ടൗണിൽ വന്നിട്ട് കുന്നോന്നി അമ്പലം റോഡിലോട്ടുള്ള വഴിയിലാണ്. ഒരു 1 കിലോമീറ്റർ. കുഞ്ഞിനെ കിട്ടുമോ? ഇല്ല, വിളിച്ചിട്ട് വരണം. ഇപ്പം റെഡി അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ വീടിനോടനുബന്ധിച്ചുള്ള ഫാമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ കാണണമെന്നില്ല. അപ്പോൾ എനിക്ക് ഫോൺ നമ്പർ എന്ന് പറയാം. 9447850299. മസാല എന്ന് പറയുമ്പോൾ ഒരു കരിമീൻ്റെ പരുവത്തിൽ പിടിക്കുക. പിടിച്ച് കഴിഞ്ഞിട്ട് നിറച്ചും ചെറിയ ഉള്ളി, കുറച്ച് തക്കാളി, കരിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മീൻ ശാലോ ഫ്രൈ ചെയ്ത് ആ അരപ്പിനകത്ത് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് പയ്യെ പൊള്ളിച്ചിടും. അത് തിരിച്ചും മറിച്ച് വിട്ട് ചൂടോടെ എടുത്താൽ ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നല്ല ടേസ്റ്റ് വരും. വളർത്തുന്നുണ്ടല്ലേ? ഇഷ്ടംപോലെ. ഏത് വെറൈറ്റിയാണ്? എൻ്റെ മുഴുവൻ ബ്ലാക്കാണ്. എനിക്ക് അല്ലാത്ത എല്ലാ മീനുകളും ഉണ്ട്. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് വാളയാണ്. വാള എനിക്ക് 1000 എണ്ണമുണ്ട്. 3.5 കിലോ വരെയുള്ള വാളകളുണ്ട്. കരിമണ്ണൂർ. തൊടുപുഴയിൽ നിന്ന് കരിമണ്ണൂർ. അപ്പോൾ നോക്കിയപ്പം നല്ല എളുപ്പമാണ്. അതിനെ പ്രത്യേകിച്ച് പരിഗണന ഒന്നും വേണ്ട. ചത്തും പോവുകയില്ല. 3.5 കിലോ ആകുമ്പോൾ പിടിച്ചെടുത്തോളൂ. നമുക്ക് ഇഷ്ടം പോലെയുള്ള സാധനം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രൈ മാറി നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള തീറ്റയും കൂടെ കൊടുക്കണം. അല്ലാതെ ഈ മേടിക്കുന്ന തീറ്റ തന്നെ കൊടുക്കാതെ നാച്ചുറലായിട്ടുള്ള കപ്പ വേവിച്ചതും എല്ലാ സാധനവും ഗോതമ്പും അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് വളർത്തി കഴിയുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്? ഇല്ല, അതൊക്കെ ഇവിടെ ഗൗരാമിയെ വളർത്തുന്നുണ്ട്. ഏത് വെറൈറ്റിയാണ്? എന്തോ 3 വെറൈറ്റി ഉണ്ട്. 4 വർഷമായിട്ട് ബ്രീഡിംഗ് ഉണ്ട്. നന്നായിട്ട് പോകുന്നു. ഏറ്റുമാനൂർ അടുത്ത് അതിരമ്പുഴ. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല മീനാണെന്ന് പറയും. കുക്കിങ്ങിന് ക്രോസ് മുള്ളുകളില്ല. അതിനെ ക്ലീനാക്കാൻ ഏറ്റവും എളുപ്പമാണ്. വളർത്താൻ ഏറ്റവും എളുപ്പമാണ്. 0 കോസ്റ്റ് നമുക്ക് വളർത്താം.
എന്താ തീറ്റ കൊടുക്കുന്നത്? ഇലയാണ്. ചേമ്പലയാണ്. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കുന്നുണ്ട്. അല്ലാത്തപ്പോൾ ചേമ്പ് തട്ട് പിടിപ്പിച്ചിരിക്കുക. എത്രയെണ്ണത്തിനാണ് വളർത്തുന്നത്? ഞങ്ങൾക്ക് 12 ബ്രീഡിംഗ് ബോണ്ടുണ്ട്. 11 എണ്ണം ഉണ്ട്. 12ാമത്തേതിൽ ഞങ്ങൾ വീട്ടാവശ്യത്തിനുള്ള മീനുകളെ വളർത്തുന്നു. അങ്ങനെ പിന്നെ ടാങ്കുകളുണ്ട്, കുഞ്ഞുങ്ങളെ പിടിച്ച് നഴ്സറി പോണ്ടുകൾ അങ്ങനെ സെയിലിനായിട്ട്. മീൻ എടുക്കേണ്ട കാര്യമില്ല, മീൻ വാങ്ങിക്കുകയല്ല, പുറത്തുനിന്ന് മീൻ വാങ്ങിക്കാതെ. അല്ല, ഞങ്ങളുടെ ആവശ്യത്തിന് കൂടുതലില്ല. ഞങ്ങനെ അതിന് മാത്രമുള്ളത് വളർത്തി ഞങ്ങൾ കൂടുതൽ ബ്രീഡിങ്ങിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയില്ല. ഇത്ര കുഞ്ഞുങ്ങൾക്ക് വില എത്രയാണ്? കുഞ്ഞുങ്ങൾ അത് ഡിപ്പെൻസ്. സ്റ്റോക്ക് കൂടുന്നതനുസരിച്ച് വില കുറയും, ഡിമാൻഡ് അനുസരിച്ച് കൂടും, അങ്ങനെയാണ്. എന്നാലും ബ്ലാക്ക് കുഞ്ഞുങ്ങൾക്ക് 2 ഇഞ്ചിന് 30 രൂപ റീറ്റെയിൽ പ്രൈസ്. പിന്നെ പിങ്കിന് 100 രൂപ, ആൽബിനോയ്ക്ക് 180 രൂപ. അതിനുള്ള വീട്ടുകാരെന്താ? നെടുഞ്ചേരിൽ അതിരമ്പുഴ അതിരമ്പുഴ പള്ളിയുടെ അവിടെ നിന്ന് പാറോലിക്കയ്ക്ക് പോകുന്ന വഴിക്ക്, പള്ളിയിൽ നിന്ന് 1 കിലോമീറ്റർ, പാറോലിക്കൽ ജംഗ്ഷനിൽ നിന്ന് MC റോഡിൽ നിന്ന് 1 കിലോമീറ്റർ. ഇപ്പം പിങ്ക് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ട്, അവൈലബിളാണ്. ഡിമാൻഡ് ഇപ്പം ബ്ലാക്ക് ഇപ്പം അവൈലബിൾ അല്ല, 2 മാസം കഴിയുമ്പോൾ ആവും. അങ്ങനെ പോകുന്നു, നന്നായിട്ട് പോകുന്നു. ഇപ്പം ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 1-2 കുളങ്ങളൊക്കെ, 1-2 കുളങ്ങൾ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ബ്രീഡിംഗ് ആണെങ്കിലും നമുക്ക് വളർത്താനാണെങ്കിലും വന്നാൽ കാണാം. പിന്നെ ബ്രീഡിംഗ് പോണ്ട് ഇച്ചിരി സേഫാണ്. കാരണം അത് അവർക്ക് നമ്മൾ പുറത്തുനിന്നുള്ളവർ വരുന്ന പേഴ്സിന് അവർക്ക് താല്പര്യമില്ല കാണാൻ. അവർ ഡിസ്ട്രാക്റ്റഡ് ആകും. മീനിനെ തീറ്റ കൊടുക്കുന്നവരെ പ്രത്യേകിച്ച് അറിയാവേ. ഞങ്ങളുടെയൊക്കെ കൈ അന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡോ പിള്ളേരോ ആരെങ്കിലും വന്നാൽ മീനെ കാണുന്നുണ്ട്. പിന്നെ പോകുന്ന വഴി ഈ മീൻ കൂടുതൽ സ്നേഹമുള്ള മീനാന്ന് പറയുന്നത്. അക്വേറിയത്തിലിട്ടാൽ നമ്മൾ പൊക്കത്തിൽ നിന്ന് തീറ്റ കൊണ്ട് ചെല്ലുമ്പം ചാടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഒരെണ്ണയെ അക്വേറിയത്തിലിടാവുള്ളൂ, അല്ലെ ഇവർ ഫൈറ്റ് ഉണ്ടാക്കും. മാഡത്തിൻ്റെ ഫോൺ നമ്പർ പറയാം. മോൻ്റെ ഫോൺ നമ്പർ 9747 292766. ഈ ഗൗരാമി പ്രജനനവും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ച് സാറൊന്ന് പറയാമോ? പറയാം. ജൈൻറ്റ് ഗൗരാമി എന്നാണ് ആ മീനിൻ്റെ പേര്. ഗൗരാമി ചെറിയ ഗപ്പി പോലത്തെ മീനുകളും ഉണ്ട്, ചെറുത്. ഈ ജൈൻറ്റ് ഗൗരാമി നമുക്ക് കേരളത്തിൽ അധികം പേർക്ക് അറിയില്ല. കോട്ടയം പൂഞ്ഞാർ ഭാഗത്താണ് ഇതിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ അവിടെ മുണ്ടക്കയത്ത് വെച്ച് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജോബി എന്ന് പറയുന്ന ആളാണ് അത് ഓർഗനൈസ് ചെയ്തത്. നല്ല മീറ്റിംഗ് ആയിരുന്നു. 10-60 ആൾക്കാർ പങ്കെടുത്തു. അങ്ങനത്തെ ഒരു മീറ്റിംഗ് ആദ്യമായിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഗൗരാമി വളർത്തൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ മിക്കവാറും 75% ആൾക്കാർ മീൻ കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇപ്പോൾ കടലടുത്തുള്ള ആൾക്കാർ കടൽ മത്സ്യം കഴിക്കുന്നു. പിന്നെ ഇപ്പോൾ അട്ടപ്പാടി പോലെയുള്ള കുന്നും പ്രദേശത്തും ഈ കടൽ മത്സ്യം എത്തും. അത് എന്ന് പിടിച്ചതാണ്, അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് മീൻ ലഭിക്കും. അതെ. ഗൗരാമി സ്വന്തമായിട്ട് വളർത്തുവാണെങ്കിൽ അതിന് നമുക്ക് കൊടുക്കേണ്ടത് ഇലകൾ മാത്രമാണ്. പുറമേ നിന്നൊരു തീറ്റ മേടിച്ച് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ചേമ്പിൻ്റെ ഇല, ചായാമൻസ, കപ്പയുടെ ഇല, പിന്നെ ചക്ക നന്നായിട്ട് തിന്നും, കപ്പളങ്ങ, പിന്നെ ചീരകൾ, ഒരുമാതിരി ആടും പശുവൊക്കെ തിന്നുന്ന ഇലകളൊക്കെ ഈ മീൻ തിന്നും. കുളവാഴ വരെ കഴിക്കുമെന്ന് പറയുന്നു. അസോള. അപ്പോൾ വലിയ ചിലവില്ലാതെ നമുക്ക് വളർത്താൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രശ്നം, മീൻ കുഞ്ഞിനൊരു 30 രൂപ വിലയുണ്ട് അവിടെ. പിന്നെ അതിന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുചെല്ലുമ്പോഴേക്കും ഒരു 50 രൂപയൊക്കെ മേടിക്കേണ്ടി വരും. ജീവനുള്ളൊരു സാധനമാണല്ലോ. പിന്നെ ഇതിൻ്റെ വളർച്ചയുടെ നിരക്ക് കുറച്ച് സ്ലോയാണ്. 2 കൊല്ലം കൊണ്ട് 2 കിലോ ആകും. അതാണ് ശരിക്കുള്ളൊരു തിന്നാനുള്ള പരുവത്തിലുള്ളതെന്നാണ് കൂടുതൽ പേര് പറഞ്ഞത്. എവിടെയൊക്കെയാണ് ഇതിൻ്റെ കൃഷി ഉള്ളത്? കേരളത്തിൽ നമുക്കറിയില്ല. വളർത്തുന്നവരാരൊക്കെയാണ് നമുക്കറിയില്ല. ഇപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. അവിടെ കുറേ പേരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ തന്നെ 30 മീനുണ്ട്, വലുത്, 3 വർഷമായത്. അവർക്ക് അതിന് ഇവിടുന്ന് കുഞ്ഞിനെ കിട്ടിയ ഗൗരാമിയാണ് ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് വളർത്തിയതല്ല.
അപ്പോൾ അതിനെയൊക്കെ ബ്രീഡിംഗ് പെയറായിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കുഞ്ഞായി കഴിഞ്ഞാൽ അപ്പോൾ ലോക്കലായിട്ട് അവൈലബിൾ ആകും, ആൾക്കാർ ഇതിനെപ്പറ്റി അറിയും. പിന്നെ നമുക്കിതിനെ തിന്ന് ആൾക്കാർക്ക് ശീലമില്ലല്ലോ. അപ്പോൾ ഇത് ഈ കാഞ്ഞിരപ്പള്ളി, കോട്ടയം ആ ഭാഗത്ത് വലിയ വലിയ ഫാമിലികൾ അവരുടെ ഒരു കുത്തകയാക്കി വെച്ചിരുന്ന സാധനമാണ്. ഇത് ഇന്തോനേഷ്യയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നു. ഇപ്പം മലേഷ്യയിൽ നിന്നൊക്കെ റബ്ബർ വന്ന കൂടെയാണ് ഇത് കേരളത്തിലെത്തിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഗൗരാമി ഇപ്പം ഒരു പോപ്പുലർ ആകാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. ഗൗരാമി ഫാർമേഴ്സ് അസോസിയേഷൻ സാർ രൂപീകരിച്ചായിട്ട് അറിയും U3. ഞാൻ 2022 ജൂൺ മാസത്തിലാണ് ഞാൻ ജോബിയുടെ അടുത്ത് പോയത്. അപ്പോഴാണ് ഇതിൻ്റെ ഞാനൊരു 10 വർഷം മുമ്പ് തന്നെ അവിടെ ഒരു ജോർജേട്ടൻ്റെ അടുത്ത് നിന്ന്, ആലക്കോട് ഒരു ജോർജേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു കുറേ കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ച് ഞങ്ങൾ വളർത്തിയിരുന്നു. പക്ഷേ അന്ന് ഇതിൻ്റെ ഒരു വില അറിയില്ല. അതൊക്കെ പിന്നെ ഇപ്പോൾ 4-5 ബാക്കിയുള്ളൂ. ഈ അസോസിയേഷൻ ഉണ്ടാക്കിയത് എത്ര വർഷം? അതെ, അപ്പം ഈ ജോബിയുടെ അടുത്ത് പോയി പിന്നെ ഞാൻ ഹരിതഭൂമി മാസികയിൽ എഴുതാറുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ എഴുതി. അത് കഴിഞ്ഞ വർഷം അപ്പോൾ 3G ജൈൻറ്റ് ഗൗരാമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. അതിൽ നമുക്ക് 6 പേരാണെന്ന് ഫൗണ്ടർ ട്രസ്റ്റി ആയിട്ടുള്ളത്. പിന്നെ 950 നോമിനേറ്റഡ് ട്രസ്റ്റിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ 14 ജില്ലകളിലും 5 പേരെ വീതം തിരഞ്ഞെടുക്കുക. അപ്പോൾ 70ആയി. പിന്നെ ബാക്കി നമുക്ക് പ്രധാനപ്പെട്ട ഈ കൃഷിയിൽ താല്പര്യമുള്ള നല്ല ആൾക്കാർ തിരഞ്ഞുപിടിച്ച് അങ്ങനെ നല്ലൊരു ടീമായി കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മുഴുവനും നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. കർഷകർക്ക് ഗുണം കിട്ടും, മനുഷ്യർക്ക് നല്ല മീൻ കിട്ടും. അങ്ങനെ ഭയങ്കര സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇതാണ് ട്രസ്റ്റിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ. ഗൗരമി കൃഷി കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കുക, സെമിനാറുകൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ ആൾക്കാർക്ക് തമ്മിൽ അറിയണമെങ്കിൽ ഇപ്പോൾ ഓരോ ജില്ലയിൽ 5 പേര് വീതം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നെറ്റ്വർക്ക് ആക്കാമല്ലോ. ചെയർമാൻ അന്ന് മാനേജിങ് ട്രസ്റ്റി ആയിട്ട് ഞാനാണ്. ആരെങ്കിലും വേണമല്ലോ. 9495088009 മാത്യു എന്നാണ് പേര്. അട്ടപ്പാടിയിലാണ് വീടൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ കേന്ദ്ര സിൽക്ക് ബോർഡിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ മാത്യു കെ സെബാസ്റ്റ്യനുണ്ട്. പുള്ളി അറക്കുളംകാരനാണ്. ഇന്നലെ എന്തോ വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം 4 വർഷം ഇൻഡോ ജർമ്മൻ ഫിഷ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത ആളാണ്. ജീവിക്കുന്ന മനുഷ്യർക്ക് പോലും ചെയ്യാൻ പറ്റും. കാരണം മിക്കവാറും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ചേമ്പിൻ്റെ ഇല ധാരാളമായിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, യാതൊരു കെമിക്കലും ഇല്ലാതെ, ഇല മാത്രം കൊടുക്കുക. അതാണ് എൻ്റെ അതിൽ ഏറ്റവും. ഇപ്പോൾ തിലാപ്പിയ പോലെ അല്ല, ഇത് വളരെ നല്ല ഒരു രുചിയുള്ള, കരിമീനിനേക്കാളും രുചിയുള്ള മീനാണ്. പിന്നെ നമുക്ക് ഇതിനെ വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കണമെങ്കിൽ നമുക്ക് വിമാനത്താവളം വരെ ഇതിനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റും. അവിടുന്ന് ഫ്രീസറിൽ വെച്ചാൽ 3 മണിക്കൂർ കൊണ്ട് സാധനം ദുബായിലെത്തി. യാതൊരു കെമിക്കലും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ രുചിയുള്ള മീനായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ആ ഫീഡ് ഡ്രൈ ഫുഡ് പുറത്തുനിന്നുള്ള ജയൻ ഗൗരാമിയുടെ ഫിഷ് കറിയാണ്. അതെ, എത്ര പ്രായമുള്ള മീനാണ്? 1 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം ഹാൻഡ് സൈസ്, പാം സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വയ്ക്കാൻ തുടങ്ങാം. 600 ഗ്രാം ടേസ്റ്റുള്ള രുചിയിൽ ജയൻ ഗൗരാമിയുടെ രുചിയെ വല്ല കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിൽ വേറൊരു മീനില്ല. അതെ അതെ, അത്രയും ടേസ്റ്റ്. പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മുള നനഞ്ഞു കഴിഞ്ഞാൽ പനി പിടിക്കും. അതുപോലെയാണ് ആർട്ടിഫിഷ്യലായിട്ട് ബ്രീഡ് ചെയ്തെടുക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയും. പക്ഷെ നമുക്ക് ജയൻ ഗൗരാമി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതും അയക്കോറ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെയാണ് രുചി കിട്ടുക. അത്രയും ടേസ്റ്റാണ്. കിട്ടാനില്ല, ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്.
ഇത് കിലോയ്ക്ക് എങ്ങനെ വരുന്നത്? കിലോയ്ക്ക് 600-650 രൂപയാണ് ഇപ്പം നിലവിലുള്ളത്. നമ്മുടെ ഏഷ്യ സീ ബാച്ച് കാളാഞ്ചി മത്സ്യങ്ങളുടെ ആ വില നിലവാരം തന്നെയാണ് ഇതിന്. അതെ, വളർത്തുന്നുണ്ട്. എൻ്റെ ഉള്ളത് ബ്ലാക്ക് ജാൻ ഗൗരാമിയും പിന്നെ ഈ പിങ്ക് ഗൗരാമിയാണ്. ടേസ്റ്റ് കൂടുതൽ പിങ്കിനാണ്, പക്ഷേ പെട്ടെന്ന് വളർന്നു വരുന്നതും വലിയ സൈസാവുന്നതും ബ്ലാക്ക് ഗൗരാമിയാണ്. ഒരു സാധനം പിടിക്കാൻ പറ്റും. ഒരു വർഷം കൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. 600 ഗ്രാം 500-600 ഗ്രാം സൈസാവും ഒരു വർഷത്തിൽ. പിന്നെ കൂടിക്കൊള്ളു. അതൊക്കെ ആയിരക്കണക്കിനാണ് ഈ വെള്ളത്തിലുണ്ടാവുക. എത്ര വളർത്തുന്നുണ്ട്? എത്ര സ്ഥലത്ത്? കുറച്ച് ഞാൻ ട്രയൽ ചെയ്യാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലത്ത് ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ, പാലക്കാട് നന്ദിയോടെ. എൻ്റെ പേര് സ്വാമി വിജയകുമാർ നാരായണൻ. അതുപോലെ ഈ കർഷകരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മത്സ്യം വളർത്തുന്നതിലൂടെ ഈ ഗൗരാമി വളർത്തുന്നതിലൂടെ ഒരു ദിവസം കൊണ്ട് ലക്ഷാധിപതിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ തൊടിയോടും നമ്മുടെ കൃഷിയിടത്തോടും ഒക്കെ ചേർന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന, പരസ്പരം സഹായിക്കുന്ന ഒരു മീനാണ്, ഒരു കൃഷിയാണ് ജൈൻ ഗൗരാമി. തീർച്ചയായിട്ടും ഇത് ചെയ്ത് ചെറിയ രീതിയിലും ചെയ്യുക, അതിൻ്റെ നേട്ടങ്ങളും കണ്ടുകൊണ്ട് പിന്നെ വലിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു ഓർണമെൻ്റൽ ഫിഷായിട്ട് വളർത്താം. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് പിങ്ക് ഉണ്ട്, റെഡ് ഐ ഉണ്ട്, റെഡ് ടെയിലുണ്ട്, പിന്നെ ബ്ലാക്കാണ് ഇപ്പം കോമൺ ആയിട്ട് ഇത് ഭക്ഷ്യാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിങ്കിൻ്റെ ഒരു പ്രൈം വില കാരണം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ പിങ്കും ശരിക്കും ബ്ലാക്കിനേക്കാൾ ഒന്നുകൂടെ നല്ലതാണ്. ഇത് പ്രചാരം കൊടുത്ത് ഇതിൻ്റെ വിലയൊക്കെ താഴേക്ക് വരും. വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഈ സാധനത്തിന് വില താഴോട്ട് വരുള്ളൂ. അങ്ങനെ വരുമ്പം പിങ്കിനും ബ്ലാക്കിനും വലിയ രീതിയിൽ ഇതിന് സാധ്യതയുണ്ട്. ജോസഫ്, ഫോൺ നമ്പർ ഒന്ന് പറയാം. 9447911410.